ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇതൊരു കുഞ്ഞു വ്ളോഗാണ്. ഞാൻ ആക്ച്വലി ഇതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഷോർട്ട് വീഡിയോനെക്കാട്ടിലും കുറച്ചും കൂടി ലെങ്ത് കൂടി പോകുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഒരു ചെറിയ വ്ളോഗായിട്ട് ഞങ്ങൾ എടുത്തേക്കാന്ന്. എഡിറ്റ് ചെയ്ത് വരുമ്പോൾ എങ്ങനെ പോയാലും ഒരു 4 മിനിറ്റ് വീഡിയോ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഷോർട്ട് വീഡിയോനെക്കാട്ടിലും ഒരു ചെറിയ വ്ളോഗാക്കി എടുത്തേക്കാന്ന്. ഞങ്ങളിത് പെട്ടെന്ന് ഡിസൈഡ് ചെയ്തിട്ട് ഒരു സ്ഥലത്തേക്ക് പോകാൻ പോവാണ്. നമ്മളിങ്ങനെ ജസ്റ്റ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം എവിടെയെങ്കിലും ഒന്ന് പോകാം, ഒരു ലോങ് ഡിസ്റ്റൻസ് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പം ഒരു സ്ഥലം കണ്ടുപിടിച്ചു. എന്നാൽ അങ്ങോട്ടേക്ക് പോയേക്കാം. അതൊരു ടെമ്പിളാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ലഞ്ച് കഴിച്ചിട്ട് വേണം പോകാൻ. സോ വെജിറ്റേറിയൻ ഫുഡ് വേണം കഴിക്കാനായിട്ട്. ഓബ്വിയസ്ലി നമ്മൾ അമ്പലത്തിലേക്ക് പോകുമ്പോൾ നോൺ വെജ് കഴിച്ചിട്ട് പോകാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ സ്വാദ് എന്ന് പറഞ്ഞിട്ട് ഒരു കേരള റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ നിന്ന് വെജ് മീൽസ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച്. ഇവിടെ വെജ് മീൽസിന് ഓപ്ഷൻസ് കുറവാണ് കേട്ടോ. നോൺ വെജ് ആണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ വെജ് ആയതുകൊണ്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു മീലാണ് കേട്ടോ. നമുക്ക് എന്തായാലും ദൂരയാത്ര പോകാനുള്ളതാണ്. അത്യാവശ്യം ദൂരമുണ്ട്, പിന്നെ രാത്രിയെ തിരിച്ചു വരും. അപ്പോൾ അതുകൊണ്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും ഒരു നല്ല ഫുഡ് കഴിക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. ശരി, നമ്മൾ മീൽസൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് ഒരു 70 to 80 കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള ഒരു ടെമ്പിളിലേക്കാണ് കേട്ടോ. എക്സാക്റ്റ് ആയിട്ട് എവിടെ വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൈവാറ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഇവിടെ എയറോ ഷോ നടക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു യലഹങ്ക ഭാഗത്ത്. ഏകദേശം ഒരു 3/4 മണിക്കൂർ അവിടെ തന്നെ സ്റ്റക്കായി. ഇപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നേരത്തെ എത്താമായിരുന്നു. നമ്മളിവിടുന്ന് ഒരു 3 മണി ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഒരു 3 മണിക്കാണ് ഇറങ്ങിയത്. നമുക്ക് ആ ട്രാഫിക് ഒഴിവായിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നേരത്തെ എത്തായിരുന്നു. പക്ഷേ ഞങ്ങൾ എത്തുമ്പോഴത്തേന് അത്യാവശ്യം ലേറ്റ് ആയിപ്പോയി. 5:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിക്കോസ് ആ ട്രാഫിക് ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഇപ്പം ഞങ്ങളിപ്പോൾ പോകുന്നത് ബാംഗ്ലൂർ ടു ദേവനഹള്ളി, അവിടുന്ന് വിജയ്പുര, പിന്നെ കൈവാര. അതാണ് നമ്മളുടെ റൂട്ട്. പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല രസമാണ്. ഓബ്വിയസ്ലി ദേവനഹള്ളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ദേവനഹള്ളി ആ ഒരു യലഹങ്കയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവനഹള്ളി ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഭയങ്കര കാം ആൻഡ് പീസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നല്ല രസമാണ് കാണാനും. പോകുന്ന വഴിക്കൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ നമ്മൾ ആ ഒരു സ്ഥലത്തെത്തി. ഇതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ ഈ ഒരു നമ്മൾ പോകുന്ന ആ ഒരു കേവ്, താത്തയ്യ കേവ് എന്നാണ് ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് ശരിക്കും ഒരു സെയിൻറ്റിൻ്റെ സ്റ്റോറിയാണ് കേട്ടോ. കൈവാര താത്തയ്യ എന്ന് പറയുന്ന ഒരു സെയിൻറ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് ശ്രീ യോഗി നാരായണ യതീന്ദ്ര എന്നാണ് കേട്ടോ. സാധാരണ ഒരു കുടുംബത്തിൽ ജനിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ബിസിനസ് ഏറ്റെടുക്കുന്നു. പിന്നീട് ആ ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ പറ്റാതിരിക്കുന്ന സമയത്ത്, അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് മുന്നിലേക്ക് ഒരു ഋഷി പ്രത്യക്ഷപ്പെടുന്നത്. എന്നിട്ട് ആ ഋഷി ഒരു പെബിൾ സ്റ്റോൺ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിന്റെ വായിലിടുക, എന്നിട്ട് അത് ഷുഗർ ക്യാൻഡിയായി മാറുന്ന സമയത്ത് നിന്റെ ലൈഫിൽ ഒരുപാട് മിറാക്കിൾ സംഭവിക്കും എന്നുള്ളത്. അദ്ദേഹം പിന്നെ ഈ ഒരു പെബിൾ സ്റ്റോൺ വായിൽ വെച്ചുകൊണ്ട് മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങുകയും ഏകദേശം 3 വർഷത്തിന് ശേഷം ആ ഒരു സ്റ്റോൺ ഷുഗർ ക്യാൻഡിയായി മാറി വായിൽ അലിഞ്ഞു പോകുന്നു എന്നാണ് പറയുന്നത്. ഇതൊരു സ്റ്റോറിയാണ്, ഞാനിപ്പോൾ പറഞ്ഞത് ഒരു ഷോർട്ട് സ്റ്റോറിയാണ് കേട്ടോ. ഇതൊരു വലിയ സ്റ്റോറിയാണ്, ഞാൻ അതിനെ ചുരുക്കി 1 മിനിറ്റിൽ പറഞ്ഞു എന്ന് മാത്രം. പിന്നീട് അദ്ദേഹം സെയിൻറ്റായി മാറുകയായിരുന്നു. അത് കഴിഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പ്രവചിക്കുകയും ഒരുപാട് സ്ഥലത്ത് പോയി പ്രവചിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ മരണം പോലും പ്രവചിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. 110 വർഷമാണ് ഇദ്ദേഹം ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്, ഈ താത്തയ്യ കേവ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് പണിഞ്ഞേക്കുന്നത്. നിങ്ങളിവിടെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 ഡേ ട്രിപ്പായിട്ട് പോകാം. കുറച്ച് നേരത്തെ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ടെമ്പിളിൽ കയറി തൊഴുകയൊക്കെ ചെയ്യാം. നമ്മൾ പോകുന്ന സമയത്ത് ഓൾറെഡി ടെമ്പിൾ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 5:30 ആകുമ്പോൾ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നാലും ക്ലോസ് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് വന്നു. പക്ഷെ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് പ്ലാൻ ചെയ്തിട്ട് പോകണേ. കാരണം എന്ന് വെച്ചാൽ ചുറ്റും കുറച്ച് അമ്പലങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അതൊക്കെ കണ്ടിട്ട് വരാൻ പറ്റും. എന്തായാലും അത്രയും ദൂരത്തേക്ക് പോകല്ലേ, അപ്പം ചുറ്റുമുള്ള അമ്പലങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാൻ പറ്റും. സോ വെൽ പ്ലാൻഡ് ആയിട്ട് പോവുക. ഞങ്ങൾ എന്തായാലും ഒരു പ്ലാനിങ്ങും ഇല്ലാതെ പോയതുകൊണ്ട് അവിടെ മാത്രം പോയി. കാരണം അപ്പോഴേക്കും ടൈം ആയിട്ടുണ്ടായിരുന്നു. 5:30 അവിടെ എത്തുമ്പോൾ, പിന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് 6:30, 7 o'clock ആയി. തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴത്തേന് ഓൾമോസ്റ്റ് 9 ആയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഡിന്നർ കഴിക്കണം. അധികം ദൂരമൊന്നും പോകാൻ വയ്യ. അതുകൊണ്ട് ഞങ്ങൾ എൻഷെഫ് റെസ്റ്റോറൻറ്റിലേക്ക് തന്നെ വന്നു. ഉച്ചയ്ക്ക് വെജ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച് രാത്രി നോൺ വെജ് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചിക്കൻ കബാബ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വീറ്റ് പൊറോട്ട, എഗ് മസാല, അത് കഴിഞ്ഞ് മഷ്റൂം ബിരിയാണിയും പിന്നെ ഒരു നീർ ദോശയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. എല്ലാ പ്രാവശ്യത്തെ പോലെയല്ല, ഈ പ്രാവശ്യം എന്തോ എനിക്ക് ഫുഡ് അങ്ങോട്ട് അധികം ഇഷ്ടപ്പെട്ടില്ല. പ്രത്യേകിച്ച് നീർ ദോശ എനിക്ക് അത്രയ്ക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. സാധാരണ നമ്മൾ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. എന്തായാലും നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലെത്തി. ആകെ ടയർഡായിപ്പോയി എല്ലാവരും. എന്നാലും നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. സോ ഇതോടുകൂടി ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.